റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതി ആന്റലിയ. പലപ്പോഴും ആന്റലിയ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ഒരു വസതിയാണ്. 15,000 കോടി രൂപ ചിലവഴിച്ചാണ് ഈ വീട് നിർമ്മിച്ചത്. വഖഫ് സംബന്ധിച്ച പ്രശ്നങ്ങളെ തുടർന്ന് വീണ്ടും ഈ മനോഹര സൗധം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആന്റലിയ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമിയിലാണ് പണിതിരിക്കുന്നത് എന്ന വാദങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ വന്നതാണ്. ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ വൈറലാകുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നോക്കാം. വഖഫ് ഭേദഗതി ബിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത്. മുംബൈയിലെ പെദ്ദാർ റോഡ് ഈ പ്രദേശത്താണ് ആന്റലിയ സ്ഥിതി ചെയ്യുന്നത്. ഇത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന അവകാശവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വഖഫ് ബോർഡിന്റെ കീഴിലുള്ള 4.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭൂമി 2002 മുകേഷ് അംബാനി 21 കോടി രൂപ മുടക്കി വാങ്ങിയത്. തുടർന്ന് 2005 വഖഫുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിൽ എത്തുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകളും നടന്നിരുന്നു. 1986 കരീം ഭായ് ഇബ്രാഹിം ഈ പേരുള്ള ഒരു വ്യക്തിയാണ് മതവിദ്യാഭ്യാസത്തിനും അനാഥാലയം പണിയുന്നതിനുമായി ആന്റലിയ സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ബോർഡിന് ദാനമായി നൽകിയത്. ഇത് വഖഫ് ബോർഡ് പിന്നീട് മുകേഷ് അംബാനിക്ക് വിൽക്കുകയായിരുന്നു. അംബാനി ഈ ഭൂമി കൃത്യമായ നിയമ നടപടികൾ പാലിച്ചല്ല വാങ്ങിയത് എന്നൊരു ദേശീയ മാധ്യമം കുറച്ചു നാളുകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് റിപ്പോർട്ടിലെ ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. മഹാരാഷ്ട്ര നിയമസഭയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് അനുസരിച്ച് വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി സ്വകാര്യ ആവശ്യത്തിനായി വിൽക്കരുത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട്. ഇന്ത്യയിൽ 1950 ഇന്ത്യയിലെ വഖഫ് ബോർഡിന് കീഴിൽ 52,000 ഏക്കർ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2025 ആയപ്പോഴേക്കും വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമി 9.4 ലക്ഷം ഏക്കറായി കൂടിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2002 അംബാനി 21 കോടി രൂപയ്ക്ക് 4 ലക്ഷം സ്ക്വയർ മീറ്റർ സ്ഥലം വഖഫ് ബോർഡിൽ നിന്ന് വാങ്ങുന്നത്. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് വഖഫ് ബോർഡ് എത്തിയതോടെയാണ് ഇത് വിവാദമാകുന്നത്. ഇനി ആന്റലിയെ കുറിച്ച് മുംബൈയിൽ 27 നിലകളിലായി സമാനതകളില്ലാത്ത സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ആന്റലിയയിൽ അംബാനി കുടുംബം താമസം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും ആ ബംഗ്ലാവിന്റെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല. 173 മീറ്റർ ഉയരത്തിൽ 37,000 പരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ആന്റലിയെ കുറിച്ച് പലർക്കും അറിവില്ലാത്ത സവിശേഷതകൾ ഒരുപാടുണ്ട്. ബംഗ്ലാവിന്റെ പേര് തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. 15-ാം നൂറ്റാണ്ട് പല മാപ്പുകളിലും ഇടം നേടിയിരുന്ന ഒരു ദ്വീപിന്റെ പേരാണ് അത്ര ആന്റലിയ. 7 നഗരങ്ങളുടെ ദ്വീപ് എന്ന് ആന്റലിയ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത് കപ്പൽ യാത്രികർക്ക് സംഭവിച്ച അബദ്ധമാണെന്നും അത്തരം ഒരു ദ്വീപ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും പിന്നീട് വെളിപ്പെടുകയായിരുന്നു. സൂര്യനിൽ നിന്നും താമരയിൽ നിന്നുമാണ് അംബാനിയുടെ ആന്റലിയയുടെ വാസ്തുവിദ്യ ശൈലി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ആന്റലിയ എന്ന പേരിന് മറ്റൊരു അർത്ഥം കൂടി പറയാം. അസ്ട്രേഷ്യ എന്ന സസ്യകുടുംബത്തിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ചെടിയാണ് ആന്റലിയ. ഇതിൽ ഒരേ ഒരു ഇനം മാത്രമേ നിലവിലുള്ളൂ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. സമാനതകളില്ലാത്ത വീട് എന്ന അർത്ഥത്തിൽ അംബാനിയുടെ ആന്റലിയ പോലെ മറ്റൊന്നില്ലാത്തതും ഇതുമായി ചേർത്ത് വയ്ക്കാം. 6 വർഷം സമയമെടുത്താണ് ആന്റലിയയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. റിക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളെ നേരിടാനുള്ള കരുത്ത് നിർമ്മിതിക്കുണ്ട്. വ്യത്യസ്ത തീമിലാണ് ആന്റലിയയിലെ ഓരോ നിലയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പല നിലകളിലായി ഒരുക്കിയിരിക്കുന്ന കാർ പാർക്കിംഗ് സൗകര്യം, 9 ഹൈസ്പീഡ് എലിവേറ്ററുകൾ, നിരവധി സ്വിമ്മിംഗ് പൂളുകൾ, അതുപോലെ സ്പാ, യോഗ സ്റ്റുഡിയോ, ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകളെ വെല്ലുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മുംബൈയിലെ കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ആന്റലിയയിലുണ്ട്. അത് പക്ഷേ എയർ കണ്ടീഷനിങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രതികൂല കാലാവസ്ഥയിലും അത് അനുഭവപ്പെടാതിരിക്കാൻ ഒരു സ്നോ റൂം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെയിൽ കൊള്ളേണ്ടതും ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്ന് അംബാനി കുടുംബത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ധാരാളം സൂര്യപ്രകാശം അകത്തളത്തിലേക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വീട് തന്നെയാണ് ആന്റലിയ. അതുകൊണ്ട് തന്നെ ആന്റലിയയുടെ പേരിലുള്ള വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങൾ വരുമ്പോൾ ഇനി ആന്റലിയക്ക് എന്ത് സംഭവിക്കും? അംബാനിക്ക് ആന്റലിയ എന്ന ആ സ്വപ്ന സൗധത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.